ഉണ്ടാക്കുന്നത് കാഷ്യൂനട്ട് പുഡിംഗ് ആണ്. അതിനു മുന്നേ നിങ്ങളുമായിട്ട് എനിക്കൊരു സന്തോഷം പങ്കുവയ്ക്കാനുണ്ട്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് 1,00,000 കഴിഞ്ഞു. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്ര പെട്ടെന്ന് ഇത് നേടാൻ കഴിഞ്ഞത്. ഇനി അങ്ങോട്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എൻ്റെ കൂടെ ഉണ്ടാവണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും അതുപോലെ എല്ലാ വ്യൂവേഴ്സിനും വളരെയധികം നന്ദി അറിയിക്കുന്നു. ഈ സന്തോഷത്തിൽ ഇന്ന് നമുക്കൊരു മധുരം തന്നെ ഉണ്ടാക്കാം. കാഷ്യൂ നട്ട്സും വിപ്പിംഗ് ക്രീമും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ സ്പെഷ്യൽ ദിവസങ്ങളിൽ നിങ്ങൾ എന്തായാലും ഈ പുഡിംഗ് ഉണ്ടാക്കണം. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഈ പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഞാൻ 1/2 കപ്പ് റോസ്റ്റഡ് കാഷ്യൂനട്ടാണ് എടുത്തിട്ടുള്ളത്. റോസ്റ്റ് ചെയ്യാത്ത കാഷ്യൂനട്ടാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഓവനിൽ വെച്ചോ അല്ലെങ്കിൽ പാനിൽ വെച്ചോ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പോവാണ്. ഈ കാഷ്യൂനട്ട്സ് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 40ഓളം കാഷ്യൂനട്ട്സ് ഉണ്ടാവും, 1/2 കപ്പ് കാഷ്യൂനട്ട്സ് എന്ന് പറയുന്നത്. ഇനി പൊടിച്ച കാഷ്യൂനട്ട്സിലേക്ക് നമുക്ക് ഈന്തപ്പഴം ചേർക്കണം. ഞാനിവിടെ 10 ഈന്തപ്പഴമാണ് കുരുകളഞ്ഞെടുത്തിട്ടുള്ളത്. ഈന്തപ്പഴത്തിന് പകരം നിങ്ങൾക്ക് മധുരമുള്ള ഓറിയോ ബിസ്ക്കറ്റ്, ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റൊക്കെ ചേർക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ തന്നെ ബട്ടറും കൂടി ആഡ് ചെയ്യാം. റൂം ടെമ്പറേച്ചറുള്ള ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ഒന്നുകൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് ഞാനിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യുന്ന ട്രേയിലേക്ക് മാറ്റാം. ഈ ട്രേയിൽ ഞാൻ ബട്ടർ പുരട്ടിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ എല്ലാ ഭാഗത്തും. ഈ ട്രേയിലേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ച മിക്സ് ചേർത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ബേസിന് വേണ്ടി ഈന്തപ്പഴത്തിന് പകരം മധുരമുള്ള ഏതെങ്കിലും ബിസ്ക്കറ്റും കൂടി അണ്ടിപ്പരിപ്പിൻ്റെ കൂടെ പൊടിച്ചിട്ട് ചേർക്കാവുന്നതാണ്. ഇതിന് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുക്കാൻ വേണ്ടി വെക്കാം. ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഈ സമയം കൊണ്ട് നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്യാം. അതിനുവേണ്ടി 1/4 കപ്പ് ഷുഗർ ഒരു പാനിലേക്ക് ഞാൻ ഇടുകയാണ്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വരെ വെള്ളം ചേർക്കാം. പഞ്ചസാരയും വെള്ളവും കൂടി നന്നായിട്ട് മിക്സായി പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വരണം. മെൽറ്റായിട്ട് നല്ലൊരു ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മളെടുത്ത പഞ്ചസാരയുടെ നേർപകുതി വെള്ളം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ, അതായത് നല്ല തിളച്ച വെള്ളം. ഈ പഞ്ചസാര ഇവിടെ മെൽറ്റാവാൻ തുടങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ട് തിള വരുന്നുണ്ട്. സ്പൂണിട്ടിട്ട് ഇത് ഇളക്കി കൊടുക്കണ്ട, ഇതിൻ്റെ കൈ പിടിച്ചൊന്ന് ഇതുപോലെ ചുറ്റി കൊടുത്താൽ മാത്രം മതി. പഞ്ചസാരയുടെ കളറ് ചെറുതായിട്ട് മാറി വരുന്നുണ്ട്. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞ് ഇതിനൊരു കയ്പ്പ് വരും. ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത 1/4 കപ്പ് പഞ്ചസാരയുടെ പകുതിയോളം വെള്ളമാണ് ചേർക്കുന്നത്. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. വെള്ളം ചേർത്ത ഉടനെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് തണുക്കാൻ വെക്കാം. നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് 1/2 കപ്പ് കാഷ്യൂനട്ടും കൂടി എടുത്ത് പൊടിച്ച് വെക്കണം. ഇത് റോസ്റ്റഡ് കാഷ്യൂനട്ടല്ല, ഇതിനു വേണ്ടി റോസ്റ്റ് ചെയ്ത കാഷ്യൂനട്ട് യൂസ് ചെയ്യരുത്. ഈ കാഷ്യൂനട്ട് നമുക്കൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്ത് വെക്കാം. ഇതിവിടെ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്, നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കാം. ഇത് നമുക്ക് ഈ ബൗളിലേക്ക് ഒഴിക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അൽമറായിയുടെ വിപ്പിംഗ് ക്രീമാണ്. 250 ml ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് എടുക്കാം. നാട്ടിലാണെങ്കിൽ അമൂലിൻ്റെയൊക്കെ നല്ല വിപ്പിംഗ് ക്രീം കിട്ടും. ഈ ക്രീം നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുത്ത വിപ്പിംഗ് ക്രീം ആയിരിക്കണം. അതുപോലെ നമ്മൾ വിപ്പ് ചെയ്യുന്ന വിസ്കും കൂടി ഒന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. നമുക്കിനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കണം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. 2-3 പ്രാവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം. മുഴുവൻ പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട്. ക്രീം നന്നായിട്ട് പൊങ്ങി ഡബിളായിട്ട് വന്നിട്ടുണ്ട്. നല്ല കട്ടിയാവുന്നത് വരെ നന്നായിട്ട് അടിക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വരെ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം.
അതുപോലെ 2 നുള്ള ഉപ്പും കൂടി ചേർക്കാം. നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വാനില എസൻസും ഉപ്പും ഒക്കെ ക്രീമിൽ നന്നായിട്ട് എല്ലായിടത്തും ഒരുപോലെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്തിരിക്കുകയാണ്. നല്ല കട്ടിയായി വന്നിട്ടുണ്ട് ഈ ക്രീം. ഈ ഒരു പാകത്തിലായിരിക്കണം ക്രീം ഇരിക്കേണ്ടത്. നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച ബേസാണിത്. നേരത്തെ ഈന്തപ്പഴവും കാഷ്യൂനട്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചത്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്നും പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ അടിച്ചു വെച്ച ക്രീമിൻ്റെ പകുതി ആദ്യം ചേർത്ത് കൊടുക്കാം. പകുതി ക്രീമാണ് ഞാൻ ആദ്യം ചേർക്കുന്നത്. എല്ലാ ഭാഗത്തും ഒരേപോലെ നിരത്തി കൊടുക്കാം. ഇനി ക്രീമിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ഭാഗത്തോളം ചേർത്താൽ മതി. കുറച്ച് നമുക്ക് മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഒരു 1/4 ഭാഗത്തോളം അണ്ടിപ്പരിപ്പ് ഇതിൻ്റെ മുകളിൽ നിരത്തി കൊടുത്ത് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ക്രീം മുഴുവൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് അതും നല്ല നിരപ്പാക്കി കൊടുക്കാം. ഒരു സ്പൂൺ വെച്ച് ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ടൊന്ന് സ്മൂത്താക്കി കൊടുക്കണം. നമ്മൾ ബാക്കി വെച്ച അണ്ടിപ്പരിപ്പ് ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഇത് വെച്ച് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് അതും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഒരു 4 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യണം. ഞാനിത് അടച്ചു വെച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. 4 മണിക്കൂറിന് ശേഷം ഞാൻ ഈ പുഡിംഗ് ഫ്രിഡ്ജിൽ നിന്നും പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. പുഡിംഗ് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ ചൈന ഗ്രാസ് ഒന്നും ചേർത്ത പുഡിംഗ് പോലെയല്ല. ഇത് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ ഇവിടെയായിട്ട് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് കട്ട് ചെയ്തെടുക്കുക. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ച കാരമലൈസ്ഡ് ഷുഗർ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ അത് ചെയ്ത് കൊടുക്കാം. എങ്ങനെ ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് ഇങ്ങനെ മെൽറ്റായിട്ട് സ്പ്രെഡായിട്ട് വരും. കുറച്ചുകൂടി കട്ടിയിലുള്ള കാരമലൈസ്ഡ് ഷുഗർ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന അതേ ഡിസൈനിൽ തന്നെ അത് ഇരുന്നോളും. ഈ ഒരു പാകത്തിൽ ചെയ്യുകയാണെങ്കിൽ അത്ര കട്ടി ഉണ്ടാവില്ല. ഞാനിത് ബാക്കിയുള്ള പുഡിങ്ങിൻ്റെ മുകളിലും കാരമലൈസ്ഡ് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കാഷ്യൂനട്ട്സ് എടുത്ത്, അതായത് റോസ്റ്റഡ് കാഷ്യൂനട്ട്സ് എടുത്തിട്ട് അത് ഷുഗർ സിറപ്പിൽ മുക്കിയിട്ട് അതും പുഡിങ്ങിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഈ കാരമലൈസ്ഡ് ഷുഗറിൽ മുക്കിയിട്ട് വെക്കുന്ന ഈ റോസ്റ്റഡ് കാഷ്യൂനട്ട് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കാഷ്യൂനട്ട് ക്രീം പുഡിംഗ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. സ്പെഷ്യൽ ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക്